മെയ് 12 അന്താരാഷ്ട്ര നേഴ്സസ് ദിനം. ഈ അന്താരാഷ്ട്ര നേഴ്സസ് ദിനത്തിൽ ആതുര ശുശ്രൂഷ രംഗത്ത് കർമ്മനിരതരായിരിക്കുന്ന എല്ലാ നേഴ്സസിനും സ്നേഹ നമസ്കാരം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ആധുനിക നഴ്സിംഗിന് അടിത്തറ പാകിയ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മദിനം. അതാണ് ലോകമെമ്പാടും നേഴ്സസ് ദിനമായി ആചരിക്കുന്നത്. 1820 മെയ് 12 വിളക്കേന്തിയ വനിത എന്ന പേരിൽ അറിയപ്പെടുന്ന ഫ്ലോറൻസിൻ്റെ ജനനം. ഇറ്റലിയിലെ ഫ്ലോറൻസ് നഗരത്തിലാണ് അവർ ജനിച്ചത്. ഇറ്റലിയിൽ താമസമാക്കിയിരുന്ന ഫ്ലോറൻസിൻ്റെ കുടുംബം 1821 ഇംഗ്ലണ്ടിലേക്ക് താമസം മാറ്റി. ഒരു ധനിക കുടുംബത്തിൽ ജനിച്ച അവർ കുടുംബത്തിലെ എതിർപ്പ് അവഗണിച്ചാണ് അക്കാലത്ത് ആരും തിരഞ്ഞെടുക്കാൻ മടിക്കുന്ന നഴ്സിംഗ് എന്ന പ്രൊഫഷൻ സ്വയം തിരഞ്ഞെടുത്തത്. ആ കാലഘട്ടത്തിൽ നഴ്സിംഗ് എന്നത് വളരെ മോശപ്പെട്ട ഒരു ജോലിയായി സമൂഹം കരുതിയിരുന്നു. സാമ്പത്തികമായും സാമൂഹികമായും ഉയർന്ന നിലയിലുള്ള കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും സ്വന്തം സുഖസൗകര്യങ്ങൾ ത്യജിച്ച് ആതുര ശുശ്രൂഷ മേഖലയ്ക്ക് അവർ നൽകിയ സംഭാവനകൾ മഹത്തരമാണ്. അവരുടെ സമർപ്പണവും അനുകമ്പയും അചഞ്ചലമായ പ്രതിബദ്ധതയും നേഴ്സിംഗിൽ വിപ്ലവം സൃഷ്ടിക്കുകയും എണ്ണമറ്റ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. ക്രിമിയൻ യുദ്ധകാലത്തെ പ്രവർത്തനമാണ് നൈറ്റിംഗേലിനെ പ്രശസ്തയാക്കിയത്. 1850കളിൽ റഷ്യയും ബ്രിട്ടനും തമ്മിലുള്ള ക്രിമിയൻ യുദ്ധത്തിൽ മുറിവേറ്റ പട്ടാളക്കാരുടെ ദയനീയ അവസ്ഥയെക്കുറിച്ചറിഞ്ഞ അവർ താൻ തന്നെ പരിശീലനം നൽകിയ 38 നഴ്സുമാരോടൊന്നിച്ച് 1854 ഒക്ടോബർ 21 ടർക്കിയിലേക്ക് പുറപ്പെട്ടു. നവംബർ 1 അവർ ടർക്കിയിൽ സ്കട്ടറിയിലെ സലീമിയ ബരാക്കുകളിൽ ഇന്നത്തെ ഇസ്താംബൂളിൽ എത്തിച്ചേർന്നു. അമിതമായി ജോലി ചെയ്യാൻ നിർബന്ധിതരായിരുന്ന ആരോഗ്യപ്രവർത്തകരാൽ വേണ്ടത്ര പരിചരണം കിട്ടാതെ കഴിയുന്ന മുറിവേറ്റ പട്ടാളക്കാരെയാണ് അവിടെ കണ്ടത്. മരുന്നുകളുടെ ദൗർബല്യവും ശുചിത്വ പരിപാലനത്തിനുള്ള അശ്രദ്ധയും കാരണം പട്ടാളക്കാരുടെ പരിക്കുകൾ പലപ്പോഴും മരണത്തിൽ വരെ കലാശിക്കുന്ന അവസ്ഥയായിരുന്നു. മുറിവേറ്റ പട്ടാളക്കാരെ ശുശ്രൂഷിക്കാനായി വൈദ്യുതി പോലും ഇല്ലാതിരുന്ന സമയത്ത് കയ്യിൽ ഒരു വിളക്കുമേന്തി ഓരോരുത്തരുടെയും കിടക്കയ്ക്കരികിൽ പോയി വേണ്ട ശുശ്രൂഷകൾ ചെയ്തിരുന്നതിനാലാണ് ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ ടൈംസ് പത്രം വിളക്കേന്തിയ വനിത, അതായത് ദ ലേഡി വിത്ത് എ ലാംപ് എന്ന് ആദ്യമായി വിളിക്കുന്നത്. അവരുടെ സേവനങ്ങളെ ആദരിക്കാനായി 1855 നവംബർ 29 ഒരു സമ്മേളനം നടക്കുകയും ഇത് നേഴ്സുമാരുടെ പരിശീലനത്തിനായി നൈറ്റിംഗേൽ ഫണ്ട് രൂപവൽക്കരിക്കുവാൻ കാരണമായി തീരുകയും ചെയ്തു. ഈ ഫണ്ട് ഉപയോഗിച്ച് സെന്റ് തോമസ് ഹോസ്പിറ്റലിൽ 1860 ജൂലൈ 9 നൈറ്റിംഗേൽ ട്രെയിനിംഗ് സ്കൂൾ സ്ഥാപിക്കപ്പെട്ടു. ഇപ്പോൾ ഫ്ലോറൻസ് നൈറ്റിംഗേൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനം ലണ്ടനിലെ കിങ്സ് കോളേജിന്റെ ഭാഗമാണ്. നൈറ്റിംഗേൽ 1860 പ്രസിദ്ധീകരിച്ച നോട്ട്സ് ഓൺ നഴ്സിംഗ് എന്ന പുസ്തകം നൈറ്റിംഗേൽ ട്രെയിനിംഗ് സ്കൂളിലെയും മറ്റു നഴ്സിംഗ് സ്കൂളുകളിലെയും അടിസ്ഥാന പാഠ്യവിഷയമായിരുന്നു. രോഗിയുടെ പെട്ടെന്നുള്ള രോഗമുക്തിക്ക് രോഗി കിടക്കുന്ന പരിസരം വൃത്തിയായും അണുവിമുക്തമായും സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അവർ അന്നേ തിരിച്ചറിഞ്ഞിരുന്നു. വിക്ടോറിയൻ കാലഘട്ടം വിക്ടോറിയ രാജ്ഞി കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തിയായ വനിത ഫ്ലോറൻസ് ആണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ശുചീകരണത്തെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തിയ അവർ ഇന്ത്യയിലെ വൈദ്യപരിചരണവും പൊതുജന ആരോഗ്യവും മെച്ചപ്പെടുത്തുവാനും ശ്രമം നടത്തി. 1883
വിക്ടോറിയ രാജ്ഞി ഫ്ലോറൻസിന് റോയൽ റെഡ് ക്രോസ് സമ്മാനിച്ചു. 1907 ഓർഡർ ഓഫ് മെറിറ്റ് നേടുന്ന ആദ്യത്തെ വനിതയായി. ആദര ശുശ്രൂഷ രംഗത്തിന് സമൂഹത്തിൽ മാന്യതയുണ്ടാക്കിയ വിളക്കേന്തിയ മാലാഖ 1910 ആഗസ്റ്റ് 13 അന്തരിച്ചു. ഇന്ന് നഴ്സിംഗ് രംഗത്ത് വിപ്ലവം തീർത്ത ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനം ലോകം അന്തർദേശീയ നേഴ്സസ് ദിനമായി ആചരിക്കുകയാണ്. ഇന്ന് എല്ലാ രാജ്യങ്ങളിലും നഴ്സിംഗ് നിയമങ്ങളും രജിസ്ട്രേഷനുമുണ്ട്. വൈദ്യശാസ്ത്രം പുരോഗമിക്കുന്നതോടെ നേഴ്സുമാരുടെ പ്രാധാന്യവും വർദ്ധിക്കുന്നു. നഴ്സിംഗിൽ വ്യത്യസ്ത ശാഖകൾ രൂപപ്പെട്ടിരിക്കുന്നു. നഴ്സിംഗ് മേഖലയുടെ പ്രാധാന്യം മനസ്സിലാക്കാനും അവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനുമുള്ള അവസരമാകണം നേഴ്സസ് ദിനാചരണം. ആരോഗ്യ പരിപാലന മേഖലയിൽ ഡോക്ടർമാർക്ക് തുല്യമായ പ്രാധാന്യം നഴ്സിംഗ് മേഖലയും അർഹിക്കുന്നുണ്ട്. ലോകമാകമാനം രോഗത്താൽ വലയുന്നവർക്ക് ആരോഗ്യ സേവനങ്ങൾ നൽകി പരിപാലിക്കുന്നതിനായി ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന നേഴ്സുമാരെയും മിഡ്വൈഫുമാരെയും ഓർക്കാനും അർഹമായ പരിഗണന അവർക്ക് നൽകാനുമുള്ള അവബോധം സൃഷ്ടിക്കാനും ദിനാചരണം സഹായകരമായെങ്കിൽ മാത്രമേ നമ്മുടെ ആശംസകൾക്ക് അർത്ഥം വരികയുള്ളൂ.